ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിപ്പഴം കൊണ്ടുള്ള അച്ചാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറിപ്പഴം വീട്ടിലുള്ളവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറിപ്പഴം അച്ചാറിടാൻ വേണ്ടി നമ്മൾ 1/4 കിലോ ചെറിയാണ് എടുക്കുന്നത്. അച്ചാറിന് നമ്മൾ പഴുക്കാത്ത ചെറി എടുത്താൽ മതി. പഴുത്ത ചെറിയാണേൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. ചെറിപ്പഴത്തിന് ഒരു ചുനയുള്ളത് കൊണ്ട് ആദ്യം നമ്മളത് കളയാൻ വേണ്ടിയിട്ട് കുമ്മായ വെള്ളം തയ്യാറാക്കണം. അപ്പോൾ കുമ്മായ വെള്ളത്തിലിട്ടാണ് നമ്മൾ ചെറിയുടെ ചുന കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ 1.5 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുമ്മായ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നേരിട്ട് നമ്മൾ ചെറിപ്പഴം ഇടുവല്ല ചെയ്യുന്നത്. ഈ വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് കുമ്മായം താഴോട്ട് അടിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ തെളി വെള്ളം നമ്മൾ ഊറ്റിയെടുക്കും. ആ വെള്ളത്തിലാണ് നമ്മൾ ചെറിയിട്ട് വെക്കുന്നത്. ഇനി നമുക്കിത് തെളിയാൻ വേണ്ടി മാറ്റി വെക്കാം. കുമ്മായ വെള്ളം തെളിയുന്ന നേരത്ത് നമുക്ക് ചെറിപ്പഴത്തിൻ്റെ കുരു കളഞ്ഞെടുക്കാം. ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ട് കുരു എടുത്ത് കളയാം. അപ്പം നമ്മുടെ കുമ്മായ വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തെളിവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ തെളിഞ്ഞ വെള്ളത്തിലേക്ക് കുരു കളഞ്ഞു വെച്ചിരിക്കുന്ന ചെറി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 8 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. എന്നാലേ ഇതിൻ്റെ ചുനയൊക്കെ പോയി കിട്ടത്തുള്ളൂ. 8 മണിക്കൂർ കഴിഞ്ഞ് ഇത് നമ്മൾ ശുദ്ധജലത്തിൽ കഴുകിയെടുക്കണം. 6 പ്രാവശ്യമെങ്കിലും ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെക്കാം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ട ചേരുവകൾ നോക്കാം. നമ്മളിവിടെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. പിന്നെ 1 കുടം വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, കായപ്പൊടി, വെളിച്ചെണ്ണ, വിനാഗിരി. ഇത്രയാണ് ഇതിന് വേണ്ട ചേരുവകൾ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെറിപ്പഴം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒത്തിരി നേരം ഇട്ട് വഴറ്റണ്ട, കുറച്ച് സമയം ഒന്ന് എണ്ണയിൽ വാട്ടിയെടുത്താൽ മതി. ചെറി വഴന്ന് കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കാന്താരിമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് കഴിയുമ്പോഴത്തേക്കും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 നുള്ളു കായപ്പൊടിയും ചേർക്കാം. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. മുളക് പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. എന്നിട്ട് ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ചെറി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുവാണ്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 12 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉപ്പ് നോക്കിയിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ ചെറി അച്ചാർ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക്